സാമച്ചായോ? ഇത് അങ്ങോട്ട് നോക്കിയേ. സാമച്ചാനവളെ അടിക്കണ്ടായിരുന്നു, അത് കുറച്ച് കൂടിപ്പോയി. നീ ചെയ്യുന്ന അത്ര എന്തായാലും വരില്ല. അതെന്താ സാമച്ചായ അങ്ങനെ ഒരു ടോക്ക്? ഞാൻ അവളെ അടിച്ചതൊരു കാര്യമുള്ള കാര്യത്തിന്. എന്നാ നീയോ ആ അകത്തെടുക്കുന്ന പെങ്കൊച്ചിന് ഒരാവശ്യമില്ലാതെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്താ സാമച്ചായ ഇപ്പം ഇങ്ങനെയൊക്കെ? എന്താ നിനക്കൊരു മാറ്റം? എന്ത് മാറ്റം? ഒരു മാറ്റവും ഇല്ല. റുബാനെ അവളെ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ ഇവിടെ പിടിച്ചു വെക്കാൻ എനിക്ക് കൂട്ടുന്നത്. അല്ലാതെ അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. അവൾ അറിഞ്ഞോണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ നമുക്കതൊരു പ്രശ്നമായിരുന്നു. ഇനി അത് അറിയാതെയാണ് അവൾ ചെയ്തു പോയതെങ്കിൽ അവൾക്ക് അതൊരു പ്രശ്നമായിരുന്നു. അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ നീ എങ്ങനെയാ? അങ്ങനെയല്ലല്ലോ. ഞാൻ എങ്ങനെയല്ല എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നേ. ഡാടാ മതി മതി, അധികം ചൂടാവാൻ നിൽക്കണ്ട. രാവിലെ ഞാൻ കണ്ടായിരുന്നല്ല. അത് വഴി പാസ് ചെയ്ത് പോയപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഞാനല്ലേ അതോ നോക്കാൻ. മതി, കടന്ന് വെക്കുകയൊന്നും വേണ്ട. ജെയിൻ ഓഫീസിൽ ജോയിൻ ചെയ്ത അന്ന് തന്നെ ഞാൻ ലൈമ് നിന്നെ വാച്ച് ചെയ്യാൻ തുടങ്ങിയതാ. അന്നേ ഒരു ഡൗട്ട് ഞങ്ങൾക്ക് അടിച്ചതാ. പിന്നെ അത് എവിടെ വരെ പോകുന്നു നോക്കിയതാ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ അവളുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം പിടിച്ചു വാങ്ങാൻ നോക്കിയാൽ അതിനധിക കാലം ആയുസ് ഉണ്ടാവില്ല. ഞാൻ ആഗ്രഹിക്കുന്ന അവളെ സ്വയം തന്നാലോ? തന്നാ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നീ എൻ്റെ ഒന്ന് കൊള്ളും. ചെല്, അവളുടെ അടുത്ത് ചെന്ന് മിയയുടെ റോഷന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കും. പിന്നെ അവിടെ ചെന്ന് വല്ല കാണാൻ തിരിവും കാണിച്ച എന്നാ നീ അകത്തേക്ക് വിട്ടോ. ഞാൻ ആ പുറത്തിരിക്കുന്നതിനെ ഒന്ന് അകത്തേക്ക് കയറ്റട്ടെ. പച്ച വാങ്ങിയാ മതിയായിരുന്നു. ഇവർക്ക് ഇതിൽ ഒത്തിരി ലൈസ് നിറച്ചോടെ. ഒന്നുമില്ലെങ്കിൽ 5 രൂപ കൊടുക്കുന്നില്ലേ? പകുതിയും കാറ്റ. അയ്യോ സോറി ലിയോ, 5 ഉറുപ്പിന്റെ ലൈസ് തീർന്നു. സോറി എടി, സോറി. എന്തിനാണാവോ ഇപ്പൊ ഈ സോറി? ഓ, നിന്നെ അടിച്ചില്ലേ? സോറി പറഞ്ഞാൽ എനിക്ക് വേദനയല്ല ഇല്ലാതാവായിരിക്കും അല്ലേ? വേദനയോ നിനക്ക്? ഇല്ലല്ലോ, നിങ്ങൾ എനിക്ക് ഫേഷ്യൽ ചെയ്തല്ലേ മൊത്ത്. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിട്ട് ഞാൻ നിന്നെ അടിക്കല്ലേ ചെയ്തിട്ടുള്ളൂ. അതോർത്ത് സമാധാനിച്ചോ? ഓ, അല്ലായിരുന്നെങ്കിൽ എന്നെ കൊന്നേനെ. നീ അടക്കം നമ്മളെല്ലാവരും ഇത്രയും കാലം അനുഭവിച്ചതിന് അവരാ കാരണക്കാര്. എന്നിട്ട് നീ തന്നെ അവളെ ഞങ്ങളെ അടുത്തുനിന്ന് മറച്ചു വെക്കാൻ നോക്കിയാ? സത്യം പറഞ്ഞാൽ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. എന്തിനാടി നീ അങ്ങനെ ചെയ്തേ? അയ്യെന്ന് വിട്. നിരപരാധികൾ ദ്രോഹിക്കരുത്, അവരെ ശിക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ട് നിങ്ങൾ എന്താ കാട്ടിക്കൂട്ടണേ? അവൾ ഇവിടെ ഇങ്ങനെ പൂട്ടിയിടാൻ മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്ത്? അതൊന്നും പറഞ്ഞതാ. ഞാൻ പൂട്ടിയിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ, കൊന്നില്ലല്ലോ. അത് പറ, ചോദിക്കാൻ വിട്ടുപോയെ. എന്തേ കൊല്ലാനേ? കൈ കിട്ടിയ കൊന്നോടെയും കുഴിച്ചുകൂടെന്നൊക്കെ പറഞ്ഞിട്ട് പൂട്ടിട മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്തേ ഒന്നും ചെയ്യുന്നില്ല? വേണമെന്ന് വെച്ചാൽ കൊല്ലാനും വേണമെന്ന് വെച്ചാൽ വെറുതെ വിടാനും എനിക്കറിയാം. അതെന്നാ ചോദിക്കണേ? എന്ത് വേണമെന്ന് വെച്ചാൽ വേണം ചെയ്യാലോ. എന്നിട്ടെന്താ അവളെ കൊല്ലാത്തെ? എന്റെ കുഞ്ഞി ഇന്നും ജീവനോടെ ഇരിക്കുന്നോണ്ടാ അവളൊന്നും ചെയ്യാത്തെ. ആ കുഞ്ഞിയുടെ ചേച്ചിനെ നിങ്ങളെ ഇപ്പൊ സമചായ എന്തേ നീ എന്താ വിചാരിച്ചേ? ഞാൻ ഇതൊന്നും കണ്ടുപിടിക്കില്ലെന്നോ? അതോ എനിക്കിതൊന്നും അറിയാൻ കഴിയില്ലാന്നോ? അങ്ങനെയൊന്നും വിചാരിച്ചില്ല. കണ്ടുപിടിക്കുകയാണെങ്കിൽ കണ്ടുപിടിച്ചോട്ടെ എന്ന് കരുതി. പക്ഷെ ഇതപ്പ അറിഞ്ഞേ? ഞാനും കണ്ടിരുന്നു നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റർ കുര്യാക്കോസിനെ. അയാള് പറഞ്ഞു. പക്ഷേ കുഞ്ഞി ആരാന്ന് കണ്ടുപിടിക്കാൻ കുറച്ചു നേരം വൈകിപ്പോയി. നീ ചിരിക്കൊന്നും വേണ്ട. നീ അഭിഷേകം കൂടെ ആരും അറിയണ്ടെന്ന് വെച്ചാൽ കുഞ്ഞിയുടെ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അത് ശരി, ഇതിപ്പോ ഞങ്ങൾ ആരായി? അല്ല, എന്നാ പിന്നെ കുഞ്ഞിന്റെ അടുത്ത് ചെന്ന് അവിടെ കൊണ്ട് കൂട്ടിക്കൊള്ളുന്നൂടെ എല്ലാം പറഞ്ഞിട്ട്? സമയമായിട്ടില്ല. എവി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, നോക്കാം. എല്ലാം കലങ്ങി തള്ളയട്ടെ. ഇതിന്റെ ഇടയിലേക്ക് അവിടെ കൊണ്ടുവന്നിട്ട് എന്തിനാ വെറുതെ? ഇപ്പഴാ സമാധാനായത്. എടി, എനിക്ക് ശരിക്കും വേദനിച്ചോ? നല്ലോണം വേദനിച്ചു. സോറി. എനിക്കറിയാലോ അപ്പോഴത്തെ ആ മാനസികാവസ്ഥ എല്ലാം കൂടെ ആയപ്പോ ഞാൻ എല്ലാത്തിനെയും നടുവിൽ പെട്ടുപോയതാ. നിങ്ങൾ കുഞ്ഞിയുടെ കാര്യം ഞങ്ങളെടുത്തുനിന്ന് മറച്ചു വെച്ചു, റുബാനും നീ മറച്ചു വെച്ചു, എല്ലാം കൂടെ അപ്പോൾ കൈവിട്ട് പോയതാടി. സോറി. സോറി ഒന്നും പറയണ്ട. എന്നാ പിന്നെ നീ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ കല്യാണം കഴിച്ചാൽ മതി. കയറിപ്പടത്തേക്ക്. അവളത്തിട്ട് അടി കൂടെ കയറാൻ നോക്കുന്നു.
നിന്റെ കാലെന്താ അവിടെ വേരുറച്ചു പോയോ? ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടി. ഇങ്ങോട്ട് വരാൻ പറയുമ്പോ അങ്ങോട്ട് ഓടുന്നു. ദേഹത്തുനിന്ന് കൈ എടുക്കണോ? അടങ്ങി നിക്കടി. ഇതെന്റെ ഫോണാ. നീ മേയോ റോഷനോ ആരെയാന്ന് വിളിച്ചിട്ട് നീ സേഫ് ആണെന്ന് പറയാം. എവിടെയാ എന്താണെന്ന് പറയണ്ട. റുബാന്റെ കൂടെ ഒരു സ്ഥലം വരെ വന്നതാന്ന് മാത്രം പറഞ്ഞാൽ മതി. വേഗം ഓൺ ചെയ്യ്. ഫോൺ സ്പീക്കറിലിട്. ഹലോ ജയ്, നീ എവിടെയാണ് ഉള്ളത്? 2 ദിവസമായി നീ എന്തൊന്നും ഫോൺ വിളിച്ചില്ല, കോൾ എടുക്കുന്നില്ല, ഒന്നുമില്ല. ഞാനൊക്കെ ടെൻഷൻ അടിച്ചിട്ട്. അല്ല നീ ചേച്ചിയില്ല, നിങ്ങൾ രണ്ടുപേരും എവിടെ പോയി കിടക്കുക? 2 ദിവസമായി ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളൊക്കെ ഫോണിലേക്ക് വിളിച്ചെന്നറിയോ? ഇതൊക്കെ എവിടെയാണ് നീ ഉള്ളത്? ഹലോ ജയ്. അടങ്ങി നിക്കടി അവിടെ. നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? വേണ്ടാത്തത് ഓരോന്ന് വിളിച്ച് പറഞ്ഞ അവളെയും കൂടി ഇതിലേക്ക് എടുത്തിടണ്ട. മര്യാദയ്ക്ക് അവളെ വിളിച്ച് കാര്യം പറഞ്ഞു. ഇവിടെ നടക്കുന്ന വല്ലതും അവൾ അറിഞ്ഞ നേരം വെളുക്കുന്നതിന് മുമ്പ് അവൾ ഇവിടുത്തെ ബേസ്മെന്റിലെത്തും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് കള്ളാന്ന് വെച്ചാ പറഞ്ഞ് ബോധിപ്പിച്ചോ. വിളിക്കേ. ഫോണെടുത്ത് സംസാരിക്കേ. ഞാൻ പറഞ്ഞത് മറക്കണ്ട. നീ ഓക്കെ ആണെന്നെങ്കിലും ഒന്ന് പറ. ഞാൻ എന്തോ ടെൻഷൻ അടിച്ചത് നിനക്കറ്റ അറിയോ? 2 ദിവസം എവിടെ പോയി തപ്പണം, ആരോട് ചോദിക്കണമെന്ന് പോലും അറിയാതെ ഞാൻ ഇല്ലാണ്ടായ മാതിരിയാ. എവിടെയാണ് നീ ഉള്ളത്? ഞാൻ ഓക്കെ ആണ്. എന്താ ഓക്കെ? ഓക്കെ ആണ് നിനക്കൊന്ന് വിളിച്ചു പറയാൻ മേലെ. നിങ്ങൾ എന്താ അന്റെ അടുത്തേക്ക് വരാത്തെ? ചേച്ചി എവിടെ? നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും പറ്റുമോന്ന് സത്യം പറയടി. ചേച്ചി എന്റെ കൂടെ ഉണ്ട് മിയ. ഞങ്ങളൊരു സ്ഥലത്താ ഉള്ളത്. എവിടെ? നിങ്ങൾ രണ്ടാളും ആരോടും പറയാണ്ട് എങ്ങോട്ട് പോയത്? കാശിക്ക് പോയത്? ചേച്ചിക്ക് ഒരു ഫ്രണ്ട് ഇല്ലായിരുന്നോ? ആ ഫ്രണ്ടിന്റെ വീട്ടില് ഞങ്ങൾ രണ്ടാളും. ആരെ? ആൻ ചേച്ചിയുടെ വീട്ടിലോ? എന്നാ പിന്നെ അതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഇങ്ങനെ തീ തെറ്റിക്കണോ? അതൊരു ഫോൺ പൊട്ടിപ്പോയി, അതാ വിളിക്കാൻ പറ്റാന്ന്. ഇന്നാ കൈ കിട്ടിയത്. എന്റെ പൊന്നോ, ഞാൻ എന്തോ ടെൻഷൻ അടിച്ചത് നിനക്ക് വല്ല ബോധം ഉണ്ടോടി? ഏതെങ്കിലും ഒരു വൈക്കോട്ടെ നിനക്കും നിന്നെ വിളിച്ചൂടായിരുന്നോ? ഞാൻ പോലീസ് കംപ്ലൈന്റ് വരെ കൊടുക്കാൻ പോയിരുന്നു. നിന്റെ വീട്ടിൽ ചെയ്തപ്പോ വീടൊന്നും ലോക്കല്ല, ചേച്ചിയുടെ ഫോണെങ്കിൽ നിലത്ത്. ഞാൻ വിചാരിച്ചു വേറെ ആരും വന്ന് എന്തോ ചെയ്തെന്ന്. വീട് ലോക്ക് ചെയ്തായിരുന്നല്ലോ. എന്നാൽ അത് ലോക്കായിട്ടൊന്നുമില്ല, ഞാൻ ഉള്ളിൽ നിന്ന് സ്പെയർ കീ എടുത്ത് ലോക്ക് ചെയ്തതാ. അല്ല ചേച്ചി അപ്പൊ ഫ്രാൻസിലൊക്കെ ഒന്നും പോയില്ലേ? ചേച്ചി പോയില്ല. അതെന്താ? ഹലോ ജെയിൻ. അത് പോകേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ അന്ന് തന്നെ ഇങ്ങോട്ട് പോന്നു. എന്നാ പിന്നെ അതൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നു അടി. ഞാൻ ഈ 2 ദിവസം ടെൻഷൻ അടിച്ചെന്ന് കയ്യും കണക്കൊന്നുമില്ല. അയ്യോ, അത് മാത്രമോ, ഞാൻ ഇവാൻ സാറിന്റെ അടുത്ത് സാംസാറിന്റെ അടുത്ത് നീന്റെ മിസ്സിങ്ങിനെ പറ്റി റിപ്പോർട്ട് വരെ ചെയ്തു. അവർ ചിലപ്പോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോ ഞാൻ നാളെ ചെന്ന് മാറ്റി പറയണ്ടേ? അല്ല നീ തന്നെ ഓഫീസിൽ വരിക. ഞാൻ നിന്നെ പിന്നെ വിളിക്കടി. ഞാൻ നാളെ വിളിക്കാം. എന്റെ ഫോണില് ചാർജ് കുറവാ, 2% ഉള്ളൂ. എന്നാ പിന്നെ അത് കൊണ്ട് കുത്തിയിട്ട്. പക്ഷെ നാളെ രാവിലെ തന്നെ എന്നെ വിളിച്ചോണം കേട്ടല്ലോ. ഞാൻ വിളിക്കാം, ഉറപ്പായിട്ടും വിളിക്കാം. എന്നാ നീ വെച്ചോ. ഞാൻ റോഷനെ കൂടെ ഒന്ന് വിളിച്ചു കേട്ടെ. അവൻ നിന്നെ അവിടെ ഇവിടെയൊക്കെ തപ്പി നടക്കുന്നുണ്ടാവും. എന്നാ ബൈ. വിളിക്കാം കേട്ടോ നാളെ. ബൈ, ഞാൻ നാളെ വിളിക്കാം. കൈ എടുക്കടോ. നീ എന്ത് സ്മൂത്ത് ആയിട്ടാ കള്ളം പറയുന്നേ? നിങ്ങൾ പറഞ്ഞ പോലൊക്കെ ഞാൻ അവളെ വിളിച്ച് പറഞ്ഞില്ലേ. ഇനി എന്താ? എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് നന്നായിട്ട് ഉറങ്ങണം. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ തന്നെ അങ്ങനെ കിടന്നാലോ. എങ്ങോട്ടാടി പോന്നേ? അവിടെ നിക്കടി. എന്താടി? ഇത്രയും ദിവസം ഞാനൊന്ന് തൊട്ടാ കിടന്ന് കരയായിരുന്നല്ലോ. ഇപ്പൊ എവിടുന്നാ ഇത്രയും ധൈര്യം? ഞാൻ കരയുന്നോണ്ടല്ല എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നേ.
ഇനി ഞാനത് സമ്മതിച്ചു തരില്ല. എന്ത്? നീ എന്ത് സമ്മതിക്കില്ലെന്ന്? ഒന്നും. നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും നടക്കില്ല. സത്യം പറയാലോ ജെയിൻ, യുവർ ലിപ്സ് ആർ റിയലി ടെംപ്റ്റിംഗ് മീ. ഞാൻ എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും കണ്ണ് ചതിക്കുവാടി. അത് നിങ്ങളുടെ വൃത്തികെട്ട ചിന്തയുടെ പ്രശ്നം. ഞാൻ ചിന്തിച്ചു കൂടുന്ന ഇതിലും അപ്പുറത്താണെങ്കിലോ? ഒരു കാര്യം അറിയോ ജെയിൻ നിനക്ക്? ചില സമയത്തുള്ള എൻ്റെ തോട്ട്സൊക്കെ ഭയങ്കര ഡേഞ്ചറാ. നീ താങ്ങുമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇനി ഇവിടെ നിന്നാ അത് ശരിയാവില്ല. ചിലപ്പോൾ ഞാൻ നിന്നെ അറിയാതെ കരയിപ്പിച്ചു പോകും. എന്തിനാ വെറുതെ? പിന്നെ ഈ ഫോൺ ഞാൻ എടുക്കാം. നിനക്ക് നാളെ അവളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണം. ഓക്കെ? സോ ഗുഡ് നൈറ്റ്. അത് ശരി, വന്ന സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുന്നു. ഇവിടെ എന്റെ റൂട്ട് മാപ്പ് കിട്ടിയിരിക്കല്ലോ. ഇതിപ്പോ അടുക്കള എവിടെ വെച്ചിട്ടായിരുന്നു പോവുക? അത് ഇവിടുത്തെ റൂട്ട് മാപ്പിലേക്കുള്ള റൂട്ട്? റൂട്ട് മാപ്പിലേക്കുള്ള റൂട്ടോ? അല്ല, അടുക്കളയിലേക്കുള്ള റൂട്ട്. സ്ട്രേറ്റ് പോയി ലെഫ്റ്റ് തിരിഞ്ഞാൽ ഒരു ഹാളാ. അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ കാണാം. അത് അടുക്കളയിൽ തന്നെ എത്തിയാൽ മതിയായിരുന്നു. സ്ട്രേറ്റ് തന്നെ ലെഫ്റ്റ് പോയി റൈറ്റ് തിരിഞ്ഞ അടുക്കള, ഹാള്, എന്തൊക്കെയാ? ഇവർ 5-6 പേർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ വീട്. എന്നാൽ പിന്നെ അവിടെ ആണെങ്കിലും റോഡ് മാപ്പ് കൊണ്ട് ഉണ്ടാക്കി വെച്ചോടെ. പോകുന്നവർക്കും വരുന്നവർക്കും സുഖമാവില്ലേ? ഇനിയിപ്പോ തിരിച്ച് ഞാൻ ഏത് റോഡ് കയറണമായിരിക്കല്ലോ. ഇത് ഇങ്ങനെ ഒരു വഴി. ഇനി രണ്ടാമത്തെ അടുക്കളയിലേക്കുള്ള വഴിയാണോ? 2 റൂം, സ്റ്റോർ റൂം ആയിരിക്കും. ഇനി അത് കാലിയായി ചെയ്യും. ആവശ്യമില്ലാത്ത സ്ഥാപനങ്ങളൊക്കെ വെക്കാനുള്ള റൂമോ? തുറന്ന് നോക്കണം ചെയ്യും. അടുത്തുനിന്ന് മാറി നിൽക്ക്. ഞാൻ എപ്പം നിന്റെ അടുത്ത് വന്നാലും നീ ഇത് തന്നെയല്ലേ പറയാറ്? ഓരോ ദിവസം കഴിയുമ്പോൾ നിന്റെ ധൈര്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ചെയ്യും. നിന്നെ ഇടയ്ക്ക് പിടിച്ചോണ്ട് വന്നതാണെന്നുള്ളത് നീ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. എന്നാ പിന്നെ അവിടെ അടങ്ങി നിൽക്ക്. നീ ഇങ്ങനെ കുതിറിയാലേ ഞാൻ പിടി മുറുക്കും. അനങ്ങാതിരുന്നാ നിനക്ക് വേദനിക്കില്ല. ഗുഡ് ഗേൾ. ഇതുപോലെ ഞാൻ പറയുന്നത് എപ്പോഴും കേട്ടാ നിനക്കിവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതിന് ഞാനിവിടെ നിന്നിട്ട് വേണ്ടേ? ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. തോറ്റു പോകും നീ. നോക്കാലോ ആരാ ജയിക്കുന്ന ആരാ തോൽക്കുന്നതെന്ന്. ജെയിൻ, നീ എത്ര വീക്കാന്ന് നിനക്കറിയോ? ഞാനത് സ്ട്രോങ് ആണെന്ന് നിനക്കറിയോ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞിരുന്നേ? ലോകത്തിലെ എല്ലാ സ്ത്രീകളും വീക്കാണെന്ന്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെപ്പോലെയുള്ള ഒരാൾക്ക് ജനനം തരാൻ വേണ്ടിട്ട് നിങ്ങളുടെ അമ്മ എന്തോരം സഹിച്ചിട്ടുണ്ടാവുന്ന. അവരിപ്പോ നിങ്ങളെ ആലോചിച്ചിട്ട് നാണം കിടന്നുണ്ടാവും. എന്തിന്?
ഞാൻ എന്തിനും മിണ്ടാതിരിക്കുന്നത്? ഓ ആ പറയാം, നാണം കെടുന്നുണ്ടാവുന്നല്ലേ. മിണ്ടി പോരുത് നീ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് എൻ്റെ അമ്മയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നീ എങ്ങാ മിണ്ടിയ എന്നെ ദേഷ്യം പിടിപ്പിച്ച ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യും. അത് ഓർത്തോ നീ. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. നിങ്ങളെ ജനിപ്പിച്ച നിങ്ങളുടെ അമ്മ ഓർക്കുമ്പോൾ എനിക്ക് പാവം തോന്നുക. ഉറപ്പാ നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളെ ജന്മിച്ചതിൽ ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? മിണ്ടാതിരിക്കുക ചെയ്യാൻ. വെറുതെ എൻ്റെ അമ്മനെയും അപ്പയും പറ്റി പറയണ്ട. എനിക്ക് സൗകര്യമില്ല. ഞാൻ ഇനിയും പറയും, നിങ്ങളുടെ അപ്പനെ അമ്മനെ വളർന്ന ദോഷം കൂടെ ഒന്നും മാത്രം നിങ്ങൾ എങ്ങനെ ആയിപ്പോയത്? ഇനി ഒരക്ഷരം നീ അവരെ പറ്റി പറയാൻ മുതിർന്ന നിന്റെ നോക്കരിഞ്ഞെടുക്കും ഞാൻ. എങ്ങോട്ടാടി നീ ഓടുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മിണ്ടണ്ടാന്ന്. അവരെ പറ്റി ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാടി? അവളെ വിട്ടേ. മാറി നിന്നല്ലയോ നീ. മൊത്തത്തില് കത്തി നിൽക്കാ ഞാൻ. എന്തെങ്കിലും ചെയ്താ എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എടാ എബി, നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നേ? അവളെ വിട്ടടാ. ഇവളെന്തൊക്കെയാ പറഞ്ഞെന്ന് വിചാരം അറിയോ? വേണ്ട വേണ്ടെന്ന് ഒരുപാട് തവണ ഞാൻ ഇവളോട് പറഞ്ഞതാ. പക്ഷെ അതൊക്കെ കേൾക്കാൻ കൂട്ടാക്കില്ല. ഇവയും ഞാൻ പറയുന്നൊന്ന് കേക്ക്, അവളെ വിട്. ആളെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് എന്തോ കിട്ടും നിനക്ക്. എൻ്റെ അപ്പനും അമ്മയും എന്നെ വളർത്തിയത് നല്ല രീതിയിൽ തന്നെ ആടി. പക്ഷെ അതൊന്നും എനിക്ക് നിന്നെ ബോധിപ്പിക്കുന്ന ഒരു ആവശ്യമില്ല. ഇനി നിന്റെ വായിന്ന് അവരെ കുറിച്ച് മേലാത്തത് എങ്ങനെ ഞാൻ കേട്ടാ? ഞാൻ പറയും, ഞാൻ ഇനി പറയും. അത്രയ്ക്ക് നല്ല രീതിയിലാണ് നിങ്ങളെ വളർത്തിക്കുന്നത്. നിങ്ങൾ എന്താ എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അവരുടെ വളർത്തു ദോഷത്തെ പറ്റി പറയാൻ മാത്രം എന്താണ് ഞാൻ നിന്നോട് കാണിച്ചേ? എന്താ നിങ്ങൾക്ക് അറിയില്ലേ? എന്റെ അനുവാദത്തിലാണ് എന്റെ ദേഹത്ത് തൊടുന്നതും എന്നെ കിസ് ചെയ്തതും കിസ് ചെയ്യാൻ നോക്കുന്നതും അതൊന്നും നിങ്ങൾ വളർത്തു ദോഷം കൊണ്ട് ഉണ്ടായതല്ല. എന്തേ ഒന്നും പറയുന്നില്ല നിങ്ങൾ? എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് എൻ്റെ അടുത്തേക്ക് വരരുത് പറഞ്ഞതാ, എത്ര പ്രാവശ്യം എന്നെ തുടരുന്ന് പറഞ്ഞതാ. അതൊന്നും പതക്കെ വെക്കാതെ എന്നെ പിന്നെ തൊടാൻ നോക്കുന്നതും കിസ് ചെയ്യാൻ നോക്കുന്നതൊക്കെ എന്താ? നല്ല രീതിയിൽ വളർന്നോണ്ടായിരിക്കും അല്ലേ? കണ്ണി കണ്ട പെണ്ണിനോടൊന്നല്ല ഞാനൊന്നും ചെയ്ത്. നിന്റെ അടുത്താ എന്റെ ആ ഉറപ്പുള്ളത് കൊണ്ടാ. അതിനു വേണ്ടി നിങ്ങൾ എന്റെ ആരാ? നിങ്ങൾക്ക് എനിക്കൊരു എന്ത് ബന്ധമുള്ളേ? ഒരു ബന്ധമില്ല. എനിക്ക് നിങ്ങളെ പേടിയാ. എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല. എന്താ എബി ഞാൻ ഈ കേൾക്കുന്നേ? എബി, ജീൻ പറയുന്നൊക്കെ സത്യമാണോ? എന്താണ് ഇതൊക്കെ? ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ സേഫ് അല്ലാന്ന്. എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ പ്ലീസ്. എന്തൊക്കെയാണ് എബി നീ കാണിച്ചു കൂട്ടിയേ? ഇങ്ങനെയാണോ നിന്നെ ഞങ്ങൾ പഠിപ്പിച്ചത്? ഞാൻ തൊട്ടതും കിസ് ചെയ്തതൊന്നും കണ്ണി കണ്ട പെണ്ണുങ്ങളെ അല്ല. ഇവളെയാ എന്റെ അന്ന് ബോധമുള്ളതുകൊണ്ടാ. അല്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങൾ എന്നെ തൊടുന്നതും നോക്കുന്നതും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നിങ്ങളെ പേടിയാ. എനിക്ക് വെറുപ്പാ നിങ്ങളുടെ അടുത്ത്. Just shut up, Jane. ഇല്ല, എന്നെ വായ അടുപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട. ഞാൻ ഇനിയും പറയും, എനിക്ക് നിങ്ങളെ തീരെ ഇഷ്ടമല്ല. നിങ്ങൾ കാണുന്നതും നിങ്ങളെ തൊടുന്നതും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. സത്യമായിട്ട് പറയാം, നിങ്ങളെപ്പോലെ ഒരാൾ മകനായിട്ട് ജനിച്ചതിന് നിങ്ങളെ അപ്പനും അമ്മയും ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. നീ അവളുടെ കൂടെ ചെല്ലേ. ഓ, സമാധാനമായല്ലോ എല്ലാവർക്കും? കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടെത്തിച്ചപ്പോ എല്ലാവർക്കും സമാധാനമായല്ലോ. ഇനി എന്താച്ചാ കാണിക്ക്. ഞാൻ അവരോട് അപ്പയെ പറഞ്ഞതാ വേണ്ടാത്തതിനൊന്നും നിൽക്കണ്ടെന്ന്. ഇതിപ്പോ എനിക്കിപ്പോ പറഞ്ഞിട്ട് എന്താ വെച്ചായ അവന്റെ ഓഫീസ് നല്ല കളി കണ്ടപ്പോ അറിയായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെക്കുമെന്ന്. നിങ്ങൾ രണ്ടുപേരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. അവനെ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത് നിങ്ങൾ രണ്ടാളും കൂടിയാണല്ലോ. അവനോട് അടങ്ങി നിന്നോളാൻ പറ.
അറ്റ്ലീസ്റ്റ് എല്ലാ കാര്യങ്ങളൊന്നും കലങ്ങി തെളിയുന്ന വെങ്കിലും ഒന്ന് നിൽക്കാൻ പറയാൻ വേണ്ടിട്ട്. പിന്നെ വേറൊരു കാര്യം, അവക്ക് നമ്മളായിട്ടുള്ള ബന്ധം എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവളൊരു പെണ്ണാ. അവനെ കാണിക്കുന്നൊന്നും അവളുടെ ഉള്ളിലെ പെണ്ണ് അനുവദിച്ചു കൊടുക്കില്ല. അതോട് ഓർമ്മയിൽ വെച്ചേക്കാൻ പറ അവൻ്റെ അടുത്ത്. നീ വന്നേ, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നബിച്ചായൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അവനിത് എന്നോ ഭാവിച്ച ഇങ്ങനെയൊക്കെ. ഇതിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. മോളെ ചേച്ചി 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 സോറി ചേച്ചി. ഞാൻ സാറിന്റെ പാരൻസിനെ പറ്റി അങ്ങനൊന്നും പറയരുതായിരുന്നു. എനിക്കറിയാം ഒരു വയസ്സിന് കുറേ ആയി, പക്ഷെ പറ്റിപ്പോയി ചേച്ചി. അപ്പോഴത്തെ ദേഷ്യവും സകലം എല്ലാം കൊണ്ട് അറിയാതെ പറന്നു പോയത് തന്നെ. ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തണമെന്ന് വിചാരിച്ചില്ല ചേച്ചി. സോറി. ജീനിങ്ങനെ കാര്യമല്ലേ, സാരമില്ല പോട്ടെ. എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാനില്ല നിന്റെ കൂടെ, നീ കരയല്ലേ പ്ലീസ്. ചേച്ചി ചേച്ചി എന്നെ ഒന്ന് ഇവിടുന്ന് പറഞ്ഞു വിടും പ്ലീസ്. എനിക്കിവിടെ നിൽക്കണ്ട. ഞാൻ കുറെ നോക്കി ചേച്ചി, എനിക്ക് സ്ട്രോങ് ആവാൻ കഴിയുന്നില്ല. ഞാൻ തളർന്നു പോവാ ചേച്ചി. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് എന്നെ ഇവിടുന്ന് ഒന്ന് പറഞ്ഞേക്ക് പ്ലീസ്. എനിക്ക് അവൻസാറിനെ പേടിയാ ചേച്ചി. എൻ്റെ അടുത്തേക്ക് വരും, എന്നെ ഇനി തൊടാൻ നോക്കും, എന്നെന്തെങ്കിലുമൊക്കെ ചെയ്യും ചേച്ചി പ്ലീസ്. ഞാനിവിടെ ഒന്ന് പൊക്കോട്ടെ ചേച്ചി. ഒന്ന് പറഞ്ഞു ആരോടെങ്കിലും ഒന്ന് പറ പ്ലീസ്. എനിക്കിന്ന് പോണം ചേച്ചി പ്ലീസ്. ജീനിങ്ങനെ കരയാതെടാ പ്ലീസ്. നമുക്ക് വഴി ഉണ്ടാക്കും. ഞാൻ പറയാം, ഞാൻ എബിലിച്ചനോട് പറയാമല്ലോ. നീ സമാധാനപ്പെടെ, നമുക്കൊരു വഴി ഉണ്ടാക്കാം.